എക്സാം മെയ് 11 നടക്കാൻ പോവാം. അപ്പം ഒരു LGS ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ചെയ്ത് നോക്കിയാലോ. നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് 161/2025 ക്വസ്റ്റ്യൻ കോഡ് പേപ്പറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് നടന്നത് വാച്ച്മാൻ പിയൂൺ ലെവലാണ് എക്സാം നടന്നത്. 2025 നവംബർ 29 നടന്നത്. ഒന്നാം ക്വസ്റ്റ്യൻ, ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച ആരാണ്? ദാദാഭായ് നവറോജി. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏതാണ്? ഓപ്ഷൻ ബി, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ആര്യ മഹിളാ സഭ ആരാണ് സ്ഥാപിച്ചത്? പണ്ഡിത രമാഭായ്. ഭരണഘടനാ ഭേദഗതികളിലൂടെ മൗലിക അവകാശങ്ങൾ കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്ത അവകാശങ്ങൾ. കൂട്ടിച്ചേർത്തത് വിദ്യാഭ്യാസത്തിനുള്ളതും ഒഴിവാക്കപ്പെട്ടത് സ്വത്തിൻ്റെതും. താഴെ തന്നിരിക്കുന്ന സൂചനകൾ ഏത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? 1885 ബോംബെയിൽ ആദ്യ സമ്മേളനം. ആദ്യത്തെ അധ്യക്ഷൻ WC ബാനർജി. ജാതി മത പ്രാദേശിക ചിന്തകൾക്കതീതമായി ദേശീയബോധം വളർത്തുക. മിതവാദികൾ തീവ്രവാദികൾ എന്നിങ്ങനെ രണ്ട് ചിന്താധാരണകൾ ഉടലെടുത്തു. ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INC പറ്റി പറഞ്ഞിട്ടുള്ളതാണ്. ഭരണഘടനാ ദിനം നവംബർ 26. ഏത് ഭരണഘടനാ ഭേദഗതിയിലാണ് ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നത്? 42ാം ഭേദഗതി. ഇന്ത്യൻ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയ്. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പൂർണ്ണമായി നിർത്തിവെക്കാൻ കാരണമായ സംഭവം ചൗരി ചൗര സംഭവം. ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിന്. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1925. ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരം. തിരുവിതാംകൂറിൽ വില്ലുവണ്ടി യാത്ര നടത്തി ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി. വൈക്കം സത്യാഗ്രഹത്തിനോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് സവർണജാഥ നടത്തിയ നവോത്ഥാന നായകൻ മന്നത്ത് പത്മനാഭൻ. സവർണജാഥ നടത്തിയത് മന്നത്ത് പത്മനാഭൻ. വരിക വരിക സഹചരെ സഹന സമര സമയമായി എന്ന സമരഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിനായി മികച്ച മലയാള സിനിമയെ തിരഞ്ഞെടുത്തത് ഉള്ളൊരുക്ക്. 2025 ഫിഡ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയത് ദിവ്യ ദേശ്മുഖ്. 2025 ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം ദിവ്യ ദേശ്മുഖ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ നിർണയിച്ച കമ്മീഷന്റെ തലവൻ ആരാണ്? സർ സിറിൽ റാഡ്ക്ലിഫ്. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം വഴി ഇന്ത്യൻ യൂണിയൻ കെട്ടിപ്പടുത്തുവാൻ സംഭാവന നൽകിയ സ്വാതന്ത്ര്യ സമര സേനാനി സർദാർ വല്ലഭായ് പട്ടേൽ. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ധു. 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ജേതാക്കളായ രാജ്യം ഇന്ത്യ. ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാലയുടെ നിർമ്മാണത്തിൽ സഹായിച്ച വിദേശ രാജ്യം സോവിയറ്റ് യൂണിയൻ. സ്വാതന്ത്ര്യ സമര ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി BR അംബേദ്കർ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് ഉത്തര മഹാസമുദ്രം. തമിഴ്നാട് തീരത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഏത് മൺസൂണിൽ നിന്നാണ്? വടക്ക് കിഴക്കൻ മൺസൂൺ. ഇന്ത്യയുടെ മാനക രേഖാംശം ഇത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ മാനക രേഖാംശം 82° ഈസ്റ്റ് എന്നാണ്, കിഴക്ക് എന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ഹൈദരാബാദ്. ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം ഹൈദരാബാദ്. പശ്ചിമഘട്ടവും
പൂർവഘട്ടവും സന്ധിക്കുന്ന പ്രദേശം നീലഗിരി കുന്നുകൾ. യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ 2022 ഇന്ത്യ നാമനിർദ്ദേശം ചെയ്ത നൃത്തരൂപമായ ഗർഭ ഏത് സംസ്ഥാനത്തിൽ നിന്നാണ്? ഗുജറാത്ത്. ഗർഭ എവിടെ നിന്നാണ്? ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവെർട്ടർ പവർ ഹൗസ്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവെർട്ടർ പവർ ഹൗസ് നിലവിൽ വന്നത് എവിടെ? നെടുങ്കണ്ടം. കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകമാണ് മാനാഞ്ചിറ തടാകം. മനുഷ്യനിർമ്മിത തടാകമാണ് കേരളത്തിലെ മാനാഞ്ചിറ തടാകം. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ വടക്ക് കിഴക്കൻ മൺസൂൺ. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 544. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി വയനാട്. തന്നിരിക്കുന്നതിൽ നിന്നും പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി പടിഞ്ഞാറോട്ട്. കിഴക്കോട്ട് ഒഴുകുന്നതാണ് കബനി പവാനി പാമ്പ. അപ്പൊ പടിഞ്ഞാറോട്ട് പെരിയാർ. ഇന്ത്യയിലെ ആദ്യ ലിറ്ററേറ്റ് ജില്ല ആയി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ലയാണ് ലിറ്ററേറ്റ് ജില്ല മലപ്പുറം. കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി മുണ്ടക്കയത്ത് ആരംഭിച്ചത് ജോൺ ജോസഫ് മർഫി. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം മംഗളവനം. ലിംഗാനുപാതം ഏറ്റവും കുറഞ്ഞ ജില്ല കേരളത്തിലെ ജില്ല ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനം ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളാണ് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത്. തീരദേശം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏറ്റവും കൂടുതൽ കണ്ണൂർ. കേരളത്തിലെ ഹെൽത്ത് ATM ആദ്യമായി നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ്? എറണാകുളം. കേരളത്തിലെ ഹെൽത്ത് ATM വന്നത് എറണാകുളം. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുവാനുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് ഗഗൻയാൻ. ഏത് മഹാരാജാവിന്റെ കാലയളവിലാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഗ്രന്ഥശാല സ്ഥാപിച്ചത്? സ്വാതി തിരുനാളിന്റെ കാലത്താണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ ഗ്രന്ഥശാല സ്വാതി തിരുനാൾ മഹാരാജാവിന്റെ കാലത്താണ്. ഇന്ത്യയിലെ ഇരുമ്പുരുക്കശാലകൾ നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ അതിൽ സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടുള്ള ഇരുമ്പുരുക്കശാലകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഏതൊക്കെയാണ് നമുക്കറിയാം? ഫിലായി ബൊക്കാറോ. 2, 4. ആരെല്ലാമായിരുന്നു 1953 കേന്ദ്ര സർക്കാർ നിയോഗിച്ച സംസ്ഥാന പുനഃസംഘടന കമ്മീഷനിലെ അംഗങ്ങൾ? ഫസൽ അലി, സർദാർ KM പണിക്കർ, HN കുൻസ്രു ആണോ? യെസ്, ഫസൽ അലി, സർദാർ KM പണിക്കർ, കുൻസ്രു. സന്തോഷ് ട്രോഫി ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സന്തോഷ് ട്രോഫി ഫുട്ബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആരൊക്കെയാണ് 2025 സമാധാനത്തിന് നോബൽ സമ്മാന പുരസ്കാരം ലഭിച്ചത്? സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് മറിയ കൊറീന. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് മോഹൻലാലിനും അടൂർ ഗോപാലകൃഷ്ണനും. 2028 ഒളിമ്പിക്സ് വേദി ലോസ് ആഞ്ചലസ്. തന്നിരിക്കുന്നതിൽ ഹരിതഗൃഹ വാതകം ഏത്? മീഥേൻ. ക്ഷീണിതനും വിളറിയ മുഖത്തോടുകൂടി കാണപ്പെട്ട രാജുവിന്റെ രക്തപരിശോധനയിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറഞ്ഞതായി കാണപ്പെട്ടു. താരർ തന്നിരിക്കുന്നതിൽ ഏത് ഭക്ഷണക്രമമായിരിക്കും രാജുവിന് അനുയോജ്യമായത്? ഇരുമ്പ് അടങ്ങിയ ഇലക്കറികൾ. പയറിന്റെ സങ്കര ഇനങ്ങൾ താരെ പറയുന്ന ഏതൊക്കെ ആണ്? ജ്യോതിക, ഭാഗ്യലക്ഷ്മി. പയറിന്റെ സങ്കര ഇനങ്ങൾ ജ്യോതിക, ഭാഗ്യലക്ഷ്മി.
56 പ്രസ്താവന ഇടത് വെൻട്രിക്കിളിന്റെ ഭിത്തിക്ക് വലത് വെൻട്രിക്കിളിനേക്കാൾ കട്ടി കൂടുതലാണ്. ഇടത് വെൻട്രിക്കിളിന്റെ ഭിത്തിക്ക് വലത് വെൻട്രിക്കിളിനേക്കാൾ കട്ടി കൂടുതലാണ് ശരിയായ പ്രസ്താവനയാണ്. ഇടത് വെൻട്രിക്കിൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രക്തം സ്വീകരിക്കുന്നു. ഇത് തെറ്റായ കാര്യം. ഓക്കെ, ഈ പ്രസ്താവന ശരിയും ഇത് തെറ്റുമാണ്. അപ്പൊ 56 എന്താണ് ആൻസർ? പ്രസ്താവന ശരിയാണ്, പക്ഷെ കാരണം തെറ്റാണ്. സാമൂഹ്യവൽക്കരണവുമായി വനവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്നാണ് നോക്കാം. വനവിഭവങ്ങൾ അമിതമായി ഉപയോഗിക്കുക എന്നാണ് പറഞ്ഞത്. അമിതമായി ഉപയോഗിക്കരുത്, തെറ്റാണ്. സുസ്ഥിര വനപരിപാലനത്തിലൂടെ പ്രാദേശിക ഉപജീവനത്തെ മെച്ചപ്പെടുത്തുക ശരിയായ കാര്യമാണ്. സുസ്ഥിര വനപരിപാലനത്തിലൂടെ പ്രാദേശിക ഉപജീവനത്തെ മെച്ചപ്പെടുത്താം. വനസംരക്ഷണത്തിൽ സമൂഹത്തിന്റെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക ശരിയാണ്. എന്നാൽ വ്യാവസായിക ലോങ്ങിങ് പ്രോത്സാഹിപ്പിക്കുക തെറ്റാണ്. അപ്പം 2ഉം 3ഉമാണ് ശരിയായത്. ആൻസർ ബി ആണ്, ഓപ്ഷൻ ബി ആണ്. പ്രസ്താവന 2ഉം 3ഉം ശരി. ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? വി.ആർ. ഗവായ് ആയിരുന്നു. 52ാമതാണ് വി.ആർ. ഗവായ്. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധനകൾ നടത്തി വിവിധ അർബുദങ്ങളെ കുറിച്ച് പ്രാരംഭ കണ്ടെത്തലിനും അവബോധത്തിനും പ്രാധാന്യം നൽകുന്ന പ്രചാരണ പരിപാടി ആരോഗ്യം ആനന്ദം. ശരിയായ പ്രസ്താവന ഏത്? കരക്കാറ്റ് കരയിൽ നിന്ന് വീശുന്നു. കരയിലേക്ക് വീശുന്നു. തെറ്റാണ്, കരയിൽ നിന്നാണ് വീശുന്നത്. കടൽക്കാറ്റ് കടലിലേക്ക് വീശുന്നു. അതും തെറ്റ്, കടലിൽ നിന്നാണ് വീശുന്നത്. കടൽക്കാറ്റ് രാത്രി സമയത്ത് വീശുന്നു. പകൽ സമയത്താണ് വീശുന്നത്. അപ്പൊ ഇതും തെറ്റാണ്. ഇനിയും അടുത്ത് നോക്കാം. കടൽക്കാറ്റ് പകൽ സമയത്ത് വീശുന്നു ശരിയായ പ്രസ്താവന. ആവർത്തന പ്രതിപതനം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണം കാലഡോസ്കോപ്പ് ഉപയോഗപ്പെടുത്തുന്നതാണ്, പെരിസ്കോപ്പും ഉപയോഗപ്പെടുത്തുന്നത്. അപ്പൊ ഇവ രണ്ടും. കലാമിൻ എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? സിങ്ക്. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അക്വസ്റ്റിക്സ്. ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ തമിഴ്നാടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ തമിഴ്നാട്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖമാണ് വിഴിഞ്ഞം. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖമാണ് വിഴിഞ്ഞം. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ശൈലി. താഴെ തന്നിരിക്കുന്ന രോഗലക്ഷണങ്ങൾ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ഭാരം പെട്ടെന്ന് കുറയുക, ദുർബലമായ രോഗപ്രതിരോധം, ലിംബോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുക, വിട്ടുമാറാത്ത ക്ഷീണം. എയ്ഡ്സ്. താഴെ തന്നിരിക്കുന്ന പട്ടിക ശരിയായ ജോഡി ചേർത്തത് കണ്ടെത്തുക. തൈറോയിഡ് ഗ്രന്ഥി തൈമോസിൻ. തെറ്റാണ്, തൈമോസിൻ തൈമസ് ഗ്രന്ഥിയാണ്. ആഗ്നേയ ഗ്രന്ഥി ഇൻസുലിൻ. പാൻക്രിയാറ്റിക് ഗ്രന്ഥി, പാൻക്രിയാസിനെയാണ് നമ്മൾ ആഗ്നേയ ഗ്രന്ഥി എന്ന് പറയുന്നത്. അത് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ശരിയായ കാര്യമാണ്. പൈനിയൽ മെലാറ്റോണിൻ ശരിയായ കാര്യമാണ്. അഡ്രിനൽ ഗ്രന്ഥി കാൽസിറ്റോണിൻ. തെറ്റാണ്, കാൽസിറ്റോണിൻ ഉണ്ടാക്കുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. അപ്പോൾ ശരിയായ ജോഡിയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 2ഉം 3ഉമാണ് ശരി. ആർദ്രം ആരോഗ്യക്ഷേമ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ഉൾപ്പെടുത്തുന്നവ. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുക. തെറ്റായ കാര്യം, തെറ്റാണ്. സർക്കാർ ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക. ശരിയായ കാര്യമാണ്. സർക്കാർ ആശുപത്രികളിൽ രോഗി സൗഹൃദ പരിചരണം ഉറപ്പാക്കുക. ശരിയാണ്.
നഗരചേരിയിൽ താമസിക്കുന്നവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുക. തെറ്റാണ്. അപ്പൊ 70 ആൻസർ സി ആണ്. 2ഉം 3ഉം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. വിറ്റാമിൻ B3 പെല്ലഗ്ര. വിറ്റാമിൻ B12 വളക്കാന കണ എന്ന അസുഖം, റിക്കറ്റ്സ് എന്ന അസുഖം വിറ്റാമിൻ ഡി ആണ്. വിറ്റാമിൻ സി നിശാന്തതയല്ല, നിശാന്തത വിറ്റാമിൻ എ ആണ്. വിറ്റാമിൻ സി ഉണ്ടാക്കുന്നത് സ്കർവിയാണ്. അപ്പം വിറ്റാമിൻ B3യുടെ അപര്യാപ്ത രോഗമാണ് പെല്ലഗ്ര. സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നതിനുദ്ദേശിച്ച് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതിയാണ്. അപ്പൊ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയാണ്. ഏതാണ്? ബയോ അമൃതം. എംഫിസിമ എവിടെയാണ്? എംഫിസിമ എന്ന രോഗം ഏത് ശരീരത്തിന്റെ ഭാഗത്താണ്? ശ്വാസകോശം. സ്നേഹക്കൂട് പദ്ധതി ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ്? സ്നേഹക്കൂട് ആർക്കുള്ള, ഏത് വിഭാഗത്തിന് വേണ്ടിയുള്ളതാണ്? മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സിച്ച് സുഖം പ്രാപിച്ചവർക്ക്. സ്നേഹക്കൂട് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സിച്ച് സുഖം പ്രാപിച്ചവർക്കുള്ളതാണ്. സ്നേഹക്കൂട് കേരള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുന്നതാണ്. താഴെ തന്നിരിക്കുന്നതിൽ വായു വരി പകരാത്ത രോഗം. പോളിയോ അല്ല, പോളിയോ ഉണ്ടാകുന്നത് ജലം, ഭക്ഷണം വഴിയാണ്. വില്ലൻ ചുമ, ചിക്കൻ ബോക്സ്, ക്ഷയം, ഈ 3ഉം വായുവരി പകരുന്നവയാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. പ്രസ്താവന 1. ചെറുകുടലിൽ കാണുന്ന വിരലുകൾ പോലുള്ള വളർച്ചകളാണ് വില്ലസുകൾ. ശരിയായ കാര്യമാണ്. വില്ലസുകൾ ജലം, ലവണം ഇവയുടെ ആഗിരണത്തിന് സഹായിക്കുന്നു. ഇതും ശരിയാണ്. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. ശരിയാണ്. 2025 വൈദ്യശാസ്ത്ര നൊബേൽ പുരസ്കാരത്തിന് അർഹരായത് വൈദ്യം. ആരൊക്കെയാണ് വൈദ്യശാസ്ത്ര നൊബേൽ അർഹരായത്? മേരി ഇ ബ്രെങ്കോവ്, ഫ്രെഡ് റാംസ്ഡൻ, ഷിമോൺ സാകാഗുച്ചി. അപ്പം 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് അർഹരായതാണ് മേരി ഇ ബ്രെങ്കോവ്, ഫ്രെഡ് റാംസ്ഡൻ, ഷിമോൺ സാകാഗുച്ചി. ഇസ്രയേൽ പാലസ്തീൻ സംഘർഷഘട്ടത്തിൽ ഇസ്രയേലിൽ കുടുങ്ങിയ ഇന്ത്യൻ വംശജരെ സുരക്ഷിത നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഓപ്പറേഷൻ അജയ്. താഴത്ത് പറയുന്ന പ്രസ്താവന വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. വിഴിഞ്ഞം തുറമുഖം 2025 മെയ് 3 ഉദ്ഘാടനം നരേന്ദ്രമോദി രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചതെന്നാണ് പറയുന്നത്. തെറ്റായ കാര്യമാണ്. ഇന്ത്യയിലെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് വിഴിഞ്ഞം. ശരിയായ കാര്യമാണ്. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ മദർഷിപ്പ് ഷെൻഹുവ 15 ആണെന്നാ പറയുന്നത്. തെറ്റാണ്. ആദ്യ മദർഷിപ്പ് അല്ല, ഷെൻഹുവ 15. വിഴിഞ്ഞം തുറമുഖം നെയ്യാറ്റിൻകര താലൂക്കിലാണ്. ശരിയാണ്. അപ്പൊ തെറ്റായ പ്രസ്താവന നമുക്ക് വേണ്ടത്. തെറ്റായത് 2ഉം 3ഉമാണ്. തെറ്റായത് തെറ്റായത് 1ഉം 3ഉമാണ് തെറ്റായത്. ഓപ്ഷൻ ഡി. 49ാമത് വയലാർ സാഹിത്യ അവാർഡ് നേടിയ തപോമിയുടെ അച്ഛൻ. ഇപ്പൊ തപോമിയുടെ അച്ഛൻ 49 വയലാർ അവാർഡ് നേടിയ കൃതിയാണ്. അത് ആരുടേതാണ്? ഇ സന്തോഷ് കുമാർ. തപോമിയുടെ അച്ഛൻ ഇ സന്തോഷ് കുമാറിന്റെയാണ്. എത്രാമത്തെ വയലാർ അവാർഡാണ്? 49ാമത്.
മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് 20 എണ്ണം. ജി കെ പറഞ്ഞു.